ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു. അപ്പൊ ന്യൂസിലൻഡ് ഐജെകെ ഫാമിലിയുടെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതത്തിന് സൗണ്ട് ഇല്ലത്. കാലത്ത് ഫുഡ് കഴിച്ചതാണല്ലോ, പിന്നെന്താ സൗണ്ട് ഇല്ലാതെ? ഔട്ടി നമ്മളെങ്ങനെ പോണേ? ഔട്ടിയുടെ കൈമത്തെ കാസ്റ്റ് റിമൂവ് ചെയ്തിട്ട് ഇതിനിടയ്ക്ക് ഔട്ടി ചെറിയൊരു വീഴ്ചയൊക്കെ വീണ് റീലിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ചെറിയൊരു കാസ്റ്റിലായിരുന്നു ഒരു മാസത്തോളം. എന്നിട്ട് അത് ഇന്നലെ കൊണ്ടുപോയി റിമൂവ് ചെയ്ത് ഇപ്പൊ ചെറിയ സ്പ്ലിന്റിലായി അല്ലേ ഓട്ടിയെ? അവിടെ എന്ത് ചെയ്തപ്പോഴാ ഒടിഞ്ഞ്? ഫുട്ബോൾ കളിച്ചപ്പോ. അപ്പൊ ഇന്ന് ഞങ്ങള് പോണത് പൊന്നൂസിന്റെ സ്കൂളിലേക്ക് കേട്ടോ. എന്തിനാ പോണേ? ജൂനിയറാ? ജൂനിയർ ആണോ? അവന് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത് നമുക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തിനുള്ള പ്രൈസ് ആണ്? എടുത്തെടുത്തു. എന്തിനുള്ള പ്രൈസാന്നുള്ളത് അവരവിടെ ചെല്ലുമ്പോ അങ്ങനെ സർപ്രൈസ് ആണ്. അവിടെ ചെല്ലുമ്പോ പറയുള്ളൂ. അവന് ഓൾറെഡി 8:30 ഫുൾ യൂണിഫോമില് അവിടെ എത്തിക്കണം. നമ്മൾക്ക് 9:45 നമ്മളെങ്കിലും നമ്മുടെ മറ്റേ ഹാളിൽ കയറിയിരിക്കണം എന്ന് പറഞ്ഞാണ്. അപ്പൊ നമ്മള് ഇപ്പൊ ഇവിടെ 9:29 തൊട്ടടുത്ത് തന്നെയാണ് അവന്റെ സ്കൂൾ. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയുള്ളൂ അവൻ ഏത് സബ്ജക്റ്റിലാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് അവന് ഉള്ള അവാർഡ് എന്ന് അറിയുള്ളൂ. മിക്കവാറും ചൈനീസിലായിരിക്കും. അവന് എത്ര പെർസെന്റേജ് ആയിരുന്നു ഓട്ടി? 96% ആയിരുന്നു. ഏറ്റവും കുറവ് മാർക്ക് ഏതാണെന്നറിയാം? ഇംഗ്ലീഷ് അവന്മാരുടെ കുറെ എഴുതാറുണ്ട്. ഇംഗ്ലീഷിന് മാർക്ക് കുറവാ. പക്ഷെ ബാക്കി എല്ലാത്തിനും ഒരുവിധം നല്ല മാർക്ക് ഉണ്ട്. അപ്പൊ മിക്കവാറും ചൈനീസിനാണെന്ന് നമ്മൾ വിചാരിക്കണോ. നമുക്ക് നോക്കി നോക്കാം. ഇനി അറിയില്ല. പോയിട്ട് അവന്റെ സ്കൂളിൽ പോയി നോക്കട്ടെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. അവൻ ഓൾറെഡി പോയിട്ടുണ്ട്. ഇന്നത്തോടുകൂടി അവന്റെ ക്ലാസ് കഴിയാണ്. ഇനിയിപ്പോ ഇവിടെ സമ്മർ ആയതുകൊണ്ട് സമ്മർ വെക്കേഷൻ തുടങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് ഇയർ അവൻ എത്രല്ലാവും അറിയണ്ടേട്ടാ? നെക്സ്റ്റ് ഇയർ അവൻ 9-ലാവും. 10-ലോ? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് അല്ലെ? ഇവിടെ ഇല്ല. ഇവിടെ 10 11, 12. ഈ അമ്മമ്മ വേഗം വണ്ടി എടുത്തല്ലേ. 12, 13 വലിയ മറ്റേ പബ്ലിക് എക്സാം ഒക്കെ വരുന്നത്. അപ്പൊ ഞങ്ങൾ ഏകദേശം അവന്റെ സ്കൂളിൽ എത്താറേ. അപ്പൊ നോക്കി നോക്കട്ടോ അവന് ഏത് സബ്ജക്റ്റിനാണ് അവാർഡ് കിട്ടണേന്ന്. അപ്പൊ നമ്മൾ ഏകദേശം സ്കൂളിലെത്തി. അപ്പൊ ഇവിടെ ഇവര് പാർക്കിംഗ് സ്പോട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോ തന്നെ ഒരാള് നിന്നിട്ട് എവിടെയാണ് നമുക്ക് പാർക്കിംഗ് അലോട്ട് ചെയ്തേക്കണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. നമുക്കും ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടി വേഗം നടക്കുകയാണ്. അപ്പം മെയിൻ ഹാളിലേക്ക് 9:45 കയറണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അവിടെ പലതരം ട്രോഫികളും ആൾക്കാരും എല്ലാം സെറ്റായിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് 2ാമത്തെ റോയിൽ തന്നെ സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരി ഇരുന്നിട്ട് ചെറുതായിട്ട് ഓർഗണൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന രീതിയിൽ. അപ്പം ഇന്ന് നടക്കുന്നത് ജൂനിയർ പ്രൈസ് ഗിവിംഗ് 2025 ആണ്. തേഴ്സ്ഡേ 4th ഡിസംബറിലാണ് ഈ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വെറുതെ ഒന്ന് നോക്കിയപ്പം നമ്മുടെ പൊന്നൂസ് അവിടെ ബാക്കിൽ പിള്ളേരായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവൻ നമ്മളെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കണേ. അങ്ങനെ ഞങ്ങൾ ചെറിയ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളും അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പരിപാടി തുടങ്ങാനായിട്ട്. അപ്പോൾ പാവട്ടിക്ക് കുറച്ചൊന്ന് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാർഡ് കിട്ടിയായിരുന്നു അവിടെ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അജണ്ട എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഏത് ഓർഡറിലാണ് ഈ സെറിമണി സ്റ്റാർട്ട് ചെയ്യണേ, എന്തൊക്കെ സ്പെഷ്യൽ പ്രൈസസ് ആണുള്ളത്, ഏതൊക്കെ സോങ്സാണ് അവിടെ അവർ ഇന്ന് പാടാൻ പോകുന്നത്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ഒഫീഷ്യൽ നമ്മുടെ ഒരു പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ കപ്പ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അതിനുവേണ്ടി എല്ലാവരും നിരന്ന് നിൽക്കുകയാണ്. ഇത് ഇവിടുത്തെ തന്നെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രെയർ പോലെ ഒരു സംഭവമാണ്. അപ്പം അതിനുവേണ്ടി ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സ്കൂളിലെ ലീഡർ മിസ്റ്റർ പ്രീസ്റ്റാണ് അവിടെ മെയിനായിട്ട് നിൽക്കണേ. അപ്പോൾ അവൻ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പിന്നെ ഒരു പ്രെയർ സോങ്ങോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം പിള്ളേരുടെ കപ്പാക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് നമ്മുടെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടേത് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ VIPസും അകത്തോട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ പ്രൈസ് സെറിമണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി നമ്മുടെ പൊന്നൂസ് വരും ഇപ്പം. അപ്പോൾ അവന് കിട്ടിയത് അവൻ്റെ ക്ലാസ്സിൽ തന്നെ ഗോൾഡ് ഗ്രൂപ്പിൽ 3rd സ്ഥാനമാണ് കിട്ടിയത്. അപ്പം ഞങ്ങളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു.
അവനങ്ങനെ പ്രൈസ് വാങ്ങിക്കണമെന്നും അത് നമ്മളിങ്ങനെ വേറൊരു നാട്ടിൽ വന്നിട്ട് നമ്മുടെ പിള്ളേരിങ്ങനെ പ്രൈസൊക്കെ വാങ്ങിക്കണമെന്ന് നമുക്കൊരു സന്തോഷം. അപ്പോൾ അതേ അതാ നമ്മുടെ പൊന്നൂസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഭയങ്കര ഹാപ്പിയാണ്. ഒരു അപ്പനമ്മ എന്നുള്ള രീതിയിൽ ഞാനും ചേട്ടനും ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടൊരു സമയമായിട്ടത്. അങ്ങനെ പ്രൈസൊക്കെ വാങ്ങിച്ച് എല്ലാവരും അവർക്ക് നല്ല കയ്യടികളൊക്കെ കൊടുത്ത് പിന്നെ അവരോട് ഇറങ്ങിപ്പോയി. സർട്ടിഫിക്കറ്റിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വണ്ടിക്കകത്തെത്തി. അപ്പോൾ ഇന്ന് പൊന്നൂസിന് കിട്ടിയത് സർട്ടിഫിക്കറ്റ് ഓഫ് എക്സലൻസ്. അതിൽ 3rd പ്രൈസാണ് കിട്ടിയത്. ഇയർ 9 പൊന്നിൻ്റെ പേരുണ്ട് കേട്ടോ, നിയോനിൻ്റെന്ന് തിരിഞ്ഞടിക്കണം അല്ലേ. അങ്ങനെ പ്രൈസ് കഴിഞ്ഞ് അവരിരുന്ന സ്ഥലത്ത് എന്താ പറയുക സീറ്റൊക്കെ എടുത്ത് തിരിച്ചു കൊണ്ടുവയ്ക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചിട്ട് ഇനി അവൻ ഇങ്ങോട്ട് വരും. ഹാപ്പിയാണോ? പിന്നെ ഇതുപോലെ കുറെ പ്രൈസ് കിട്ടിയിട്ടില്ലേ ചെറുപ്പത്തില്? പിന്നെ എനിക്ക് കിട്ടുന്നത് സ്പോർട്സിനാ കൂടുതൽ കിട്ടല്, സ്പോർട്സ് ഐറ്റംസ്. ശരിക്കും? പിന്നെ 4ാം ക്ലാസ് വരെ എല്ലാത്തിനും ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഓരോന്ന് കിട്ടും. പിന്നെ പള്ളിയിൽ സൈക്കിൾ സ്ലോ റേസ് കിട്ടാറുണ്ട്. പഠിപ്പിന്റെ കാര്യം ചോദിച്ചത്, എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. അതെ, പഠിപ്പ് പഠിക്കുക മാത്രമല്ലല്ലോ, എല്ലാം വേണല്ലോ. നമ്മളെല്ലാത്തിലും ആക്ടിവേറ്റ് ഇരിക്കണ്ട. കൊറേ പിള്ളേർക്ക് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് തന്നെ ഒരു എന്താ പറയാ ഒരു സർപ്രൈസ് ആയിരുന്നു. അവരെ അവിടെ വെച്ചിട്ടാണ് അവർ അനൗൺസ് ചെയ്ത് അവരങ്ങനെ കൊണ്ടവിടെ നിർത്തിയതൊക്കെ. പിന്നെ നല്ല പരിപാടിയായിരുന്നു. പെട്ടെന്ന് അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. ആയെന്നിട്ട് കപ്പൊക്കെ കണ്ടില്ലേ പിള്ളേരൊക്കെ കാണും. പേടിയോണിത് അങ്ങനെ പറയാൻ പാടില്ല. അവർ വെൽക്കം ചെയ്യണതാണ്. അതായത് ഈവിൾ സ്പിരിറ്റിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നതാണ് അല്ലേ? അല്ലെ കുട്ടി? നീ അല്ലേ അതിനകത്ത് പോണത്? എന്താ പറയാത്തെ? അങ്ങനെ അതുണ്ടായിരുന്നു. പിന്നെ ഓരോ പാർട്ടായിട്ടായിരുന്നു ഇതിന് വിളിച്ചത്. അപ്പൊ അങ്ങനെ അടിപൊളിയായിരുന്നു പരിപാടി. ഇപ്പൊ പൊന്നസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേണം. പൊന്നസിന് ഇത് പിടിച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ, തമ്പനയിലാക്കാൻ. എങ്ങനെയുണ്ട്? ഞാനൊരു സന്തോഷമില്ലാത്ത? എനിക്ക് സന്തോഷം. ഞാൻ പൊന്നസിന് കാണാണ്ട് വിഷമിച്ചിരിക്കും. അയ്യോടാ, പൊന്നസിന് എന്റെ ഫോൺ കൊടുത്തിട്ടുണ്ട്. അവന് നമ്മളെ കണ്ടില്ല, ഞാൻ വിളിച്ചോളും. അപ്പുറത്ത് കൂടെ വന്നു. അപ്പൊ ഇനി പൊന്നസ് വരുമ്പോ കാണാം. പൊന്നസേ എങ്ങനെയുണ്ട്? നമ്മുടെ പൊന്നസ് പ്രൈസ് ഒക്കെ വാങ്ങിച്ച് തിരിച്ചെത്തിട്ടാ? സന്തോഷായ? ഇതെന്ത് പ്രൈസാ? 3rd എന്റെ ക്ലാസ്സില് എക്സലൻസില്. സന്തോഷായ പൊന്നസിന്? ഹാപ്പിയാണോ? എന്നിട്ട് വേണ്ടേ? ഒന്നും വേണ്ട. എന്നോട് ചോദിച്ചില്ല? നീ ഇപ്പൊ പറയും റോഡ് ബ്ലോക്സിന്റെ കാർഡ്. അതന്നെ, നീ എന്നോട് ചോദിച്ചാൽ അതുപോലെ കാർഡ് പറയും. നിനക്ക് മുട്ട പപ്സ് വാങ്ങിയോടെ? ഞാൻ മുട്ട പപ്സും ചായയും കൊണ്ടുവരുന്നു. എന്തെങ്കിലും വേഗം പറഞ്ഞാൽ വാങ്ങിച്ചാലോ മനസ്സിലായി? ഫുഡാണോ? എന്തെങ്കിലും. അപ്പൊ ഹാപ്പി ആയിട്ട് അപ്പയും അമ്മയും. അപ്പൊ അങ്ങനെ ഞങ്ങള് പൈസ ഒക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവാ. എന്തെങ്കിലും പറയാനുണ്ടോ? ഹാപ്പി അല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. കമ്പനി കാണിക്കാൻ വേണ്ടി